പെരുന്തേരരുവി എന്ന് പറയുന്ന സ്ഥലത്ത്, അതിന്റെ തൊട്ടടുത്താണ് എന്റെ വീട്. ആകയാല് എന്നെ രക്ഷിച്ച ഇങ്ങനെയുള്ള സുവിശേഷം കേട്ടാണ്. അവർ കഷ്ടങ്ങൾ സഹിച്ച് കിലോമീറ്ററുകൾ നടന്ന് ഓടിയൊക്കെ ഞങ്ങളുടെയൊക്കെ ദേശത്ത് വന്ന് വചനം വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് പാപത്തിൽ മരണം ഞങ്ങളെ കൊണ്ടുപോകാതെ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാതെ ഇന്ന് ഞങ്ങൾ ദേശത്ത് വിശ്വസ്തന്മാരായി പാർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഈ ദേശത്തെ സ്നേഹിക്കുന്നു, ദേശവാസികളെ സ്നേഹിക്കുന്നു. സഹോദര, ഈ മുഴു ലോകത്തേക്കാൾ വിലയുള്ള ഒരാത്മാവ് നിന്നിലുണ്ട്. നമ്മുടെയൊക്കെ ദേഹവും ദേഹിയും നഷ്ടപ്പെട്ടു പോകും, ആത്മാവ് ഒരു നാളും നശിക്കുകയില്ല കേട്ടോ. നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളവരാ. ഒരു പ്രാവശ്യം കൂടെ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഉണർത്തുകയാണ്. മരണാന്തരം നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും എന്തെങ്കിലും ക്രിയകൾ ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് രക്ഷ നേടാൻ പറ്റത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ട ഒരു ദിവസമുണ്ട്. അവിടെ ക്രിസ്ത്യാനികളെന്ന് മാത്രമല്ല, ഹൈന്ദവനായിരുന്നാലും ഇസ്ലാമികനായിരുന്നാലും സകല മനുഷ്യരെയും ചെയ്യുന്ന പാപങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ നഗ്നവും മലർന്നവുമായി കിടക്കുകയാണ്. ആകയാൽ ഇപ്പോൾ മനുഷ്യൻ എല്ലായിടത്തും CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. എങ്കില് ലോകാരംഭം മുതലേ ദൈവം CCTV വെച്ചിട്ടുണ്ട്. മനുഷ്യനായി ജനിച്ച സകല മനുഷ്യരെയും ദൈവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. ആകയാൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്ക്. മദ്യപാനി മരിച്ചാലും അവന് വേണ്ടി മറ്റുള്ളവർ പാടുന്നത് എന്നെ എതിരേൽപ്പാൻ ദൈവദൂതർ വരുമോ? ഒരിക്കലും വരികയില്ല. ദൈവമെന്നോർത്ത് ദൈവത്തെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ദൈവഭയമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബജീവിതം താറുമാറായി ഓരോ ദിവസവും ജീവിക്കുന്നവരെ എതിരേൽക്കുവാൻ വരുന്നത് ദൈവത്തിന്റെ ദൂതനല്ല, പിശാചും അവന്റെ കിങ്കരന്മാരും വരും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്ത് ഈ രക്ഷയെ നിങ്ങൾ കരസ്ഥമാക്കിയാൽ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെടുവാനിടയാകും. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാർ കോട്ടയം നമ്മളോട് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. അതിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. വാത്സല്യമുള്ള ദേശനിവാസികളെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വ്യാപാര സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലുമായി കുടുംബജീവിതം പോറ്റിപ്പുലർത്തേണ്ടതിന് ജീവസന്ധാരണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്പസമയം നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ, ബുദ്ധി, മനസ്സ് ഞങ്ങൾ ഈ ശബ്ദത്തിലേക്ക് ശ്രമിക്കുകയാണ്. സഹോദരന്മാർ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയെ സ്നേഹദൂതായി ദൈവത്തിന്റെ മുന്നറിയിപ്പായി നിങ്ങളോട് അറിയിപ്പാനാണ് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. സർവശക്തനായ ദൈവം ഭൂമിയിൽ മനുഷ്യന് ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് വ്യാജമില്ലാതെ മായമില്ലാതെ ചതിക്കപ്പെടാതെ ദൈവത്തെ അന്വേഷിപ്പാൻ ദൈവം ഒരു അടയാളം തന്നു, ഒരു പുസ്തകം തന്നു. അതത്തെ വിശുദ്ധ ബൈബിൾ. അത് യഹോവയുടെ പുസ്തകം എന്ന് വേദപുസ്തകം പറയുന്നു. അത് സത്യഗ്രന്ഥമെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു. ആ സത്യഗ്രന്ഥത്തിലെ ഒരു വചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. കർത്താവായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ ഗലീലയുടെ തെരുവീഥികളിൽ പ്രസംഗിക്കുമ്പോൾ, യഹൂദ ദേശത്ത് പ്രസംഗിക്കുമ്പോൾ തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിൽ പ്രധാനിയായ ഇന്നത്തെ യാക്കോബായ കത്തോലിക്ക സഭയുടെ അധിപതി എന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന വിശുദ്ധ പത്രോസ്ലീഹ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചു: പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. അതെ, വീണ്ടും എഴുതി: പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം നിങ്ങളുടെ ആത്മാവിനാൽ നിങ്ങൾ വിശദീകരിക്കപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനായി ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. കർത്താവിന്റെ ദാസനായ പത്രോസിൽ കൂടി ദൈവം ഇങ്ങനെ എഴുതി വെപ്പിച്ചു: പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം നമ്മൾ ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കേണ്ടതിനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ആലോചന എഴുതി വച്ചിരിക്കുന്നു.
അതേ പ്രിയമുള്ളവരെ, 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. അതിൽ 2 വാക്ക് പറയുന്നു, 2 ആളെ കുറിച്ച് പറയുന്നു. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാൻ, അതെ, ഒരു പിതാവായ ദൈവമുണ്ടെന്ന് സകല മനുഷ്യരും വിശ്വസിക്കുന്നു. മറ്റു മതസ്ഥർ ഈശ്വരനെന്നും ഭഗവാനെന്നും അള്ളാഹു എന്നും ഹല്ലേലൂയ സിദ്ധന്മാരെന്നും ചില ദേവനെന്നും ദേവിമാരെന്നും വിവിധ രൂപങ്ങളിൽ വിവിധ നാമങ്ങളിൽ ഒരു ദൈവത്തെ കുറിച്ചുള്ള ഭയം നിമിത്തം, മനോബോധ്യം നിമിത്തം വിവിധ പൂജകളിൽ, വിവിധ പ്രാർത്ഥനകളിൽ, വിവിധ പെരുന്നാളുകളിൽ, ഉത്സവങ്ങളിൽ തങ്ങളുടെ മനസ്സിനെ ആശ്വസിപ്പാൻ, തങ്ങളുടെ മക്കൾക്ക് നന്മ കിട്ടുവാൻ, തങ്ങളുടെ കുടുംബജീവിതം ഐശ്വര്യമാകുവാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഭൂമിയിൽ അനേക ദേവന്മാരും കർത്താക്കന്മാരും ഉണ്ടെങ്കിലും മരിച്ചിട്ട് മനുഷ്യന് ഒരിക്കലും സാധിക്കാത്ത, ശാസ്ത്രത്തിന് കഴിയാത്ത, മരിച്ചവരിൽ നിന്ന് വീണ്ടും ജനിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുവാൻ കഴിവുള്ളവനാണ് ഞാനെന്ന് തെളിയിച്ചുകൊണ്ട് കർത്താവായ യേശു തന്റെ മരണത്തിന് ശേഷം 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇസ്രായേലിന്റെ തെരുവീതികളിൽ, യെരൂശലേം ദേവാലയത്തിന്റെ സമീപത്ത്, മാളിക മുറിയിൽ, ഗലീല പട്ടണങ്ങളിൽ, കടപ്പുറത്ത് തന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവർക്ക് വിവിധ ദൃഷ്ടാന്തങ്ങളാൽ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ച് 40 ദിവസത്തോളം അവരോടൊപ്പം നടന്ന് താൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് വളരെ വ്യക്തമായി കൃത്യമായി അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് കർത്താവായ യേശു സകല മനുഷ്യന്റെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതുപോലെ യേശുവിൽ വിശ്വസിക്കുന്നവരെ രക്ഷിപ്പാൻ യേശു വീണ്ടും വരുമെന്ന് ഉറപ്പ് നൽകി സ്വർഗത്തിലേക്ക് കയറിപ്പോയ മഹാദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളത് വേദപുസ്തകത്തിൽ കൂടി നിങ്ങൾ അറിയുവാനും, ഞങ്ങളെപ്പോലെ ദൈവത്തിന്റെ ശബ്ദം കേട്ടവർ, ദൈവത്തിന്റെ വചനം കേട്ടവർ, ദൈവത്തിന്റെ മക്കളായി തീർന്നവർ പ്രസംഗിക്കുന്നത് കേട്ട് രക്ഷപ്രാപിപ്പാനും വേണ്ടി ദൈവം ഞങ്ങളെ അയച്ചിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക്, സഹോദര നിനക്ക്, പ്രിയമുള്ളവരെ, നിനക്ക് മരണശേഷം ഒരു ന്യായവിധി ഉണ്ടെന്ന് ദൈവത്തിന്റെ നിയമമാണെന്ന് ഓർത്തുകൊള്ളണമേ. അപ്പോൾ നീ എന്ത് ചെയ്യും? ഇതേ പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതി, സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. കാരണം എന്താണ്? എല്ലാത്തിന്റെയും ഒടുക്കം സമാപിച്ചിരിക്കുന്നു. ഒടുക്കം നീ എന്ത് ചെയ്യും? ബൈബിളിൽ ഒരു ചോദ്യമുണ്ട്. സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ഒടുക്കം നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ ഓർമ്മ നശിച്ച്, ബുദ്ധി നശിച്ച്, സുബോധം വിട്ട് നീ കിടക്കയിൽ കിടന്ന് മരണപ്പെട്ട് കഴിയുമ്പോൾ അയ്യോ നിന്റെ ജീവിതം മുഴുവൻ നശിച്ചു പോയെ, അബദ്ധത്തിലായ പോയെ എന്ന് നീ നിലവിളിക്കുമാറ് ഓർമ്മയും കാഴ്ചയും കേൾവിയുമുള്ള ഒരു ആത്മലോകത്തിലേക്ക്, ഒരു സ്വർലോകത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ്. ദൈവസന്നിധി മനുഷ്യർക്ക് വേണ്ടി തിരിച്ചറിവിന് വേദപുസ്തകത്തിൽ 3 ലോകങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വളരെ വ്യക്തമായി 3 ലോകം. അതെ, ഒന്ന് സ്വർലോകം, മറ്റൊന്ന് ഭൂലോകം, 3ാമത് അധോലോകം. അതെ, ഈ 3ലും സ്വർഗത്തിലെ ദൈവത്തിന്റെ അധികാരമുണ്ട്. ആ അധികാരത്തിൽ കൂടി മനുഷ്യ നാം മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ, ദൈവത്തിന്റെ ന്യായസ്ഥാനത്തിന് മുമ്പാകെ, യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നീയും ഞാനും നിൽക്കേണ്ടി വരും. അന്ന് ദൈവത്തെ അറിയാതെ, സുവിശേഷം കേട്ടിട്ട് വിശ്വസിക്കാതെ, സുവിശേഷകരെ ചീത്ത പറഞ്ഞ്, നിന്റെ വീട്ടിലുള്ള ഭാര്യയെ ചീത്ത പറഞ്ഞ്, നിന്റെ അപ്പനെ അമ്മയെ ചീത്ത പറഞ്ഞ്, 1-2 ദിവസത്തെ നന്മയ്ക്കോ അല്ലെങ്കിൽ നിനക്ക് കള്ളു കുടിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി ഭാര്യയുടെ താലിമാല വലിച്ചു പറിച്ച് നീ അവൾക്ക് ഇടിയും ചവിട്ടും കൊടുത്ത് അവളെ തെറി പറഞ്ഞിട്ട് നീ ഇറങ്ങിപ്പോകുമ്പോൾ നീ ഓർത്തുകൊള്ളണമേ, നിന്നെ ന്യായം വിധിക്കുന്ന, മനുഷ്യനെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് പ്രസംഗിക്കുവാൻ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. യേശു അങ്ങനെ അരുളി ചെയ്ത് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചു. ആരാണ് യേശു? സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് യേശു. ആരാണ് യേശു? മരിച്ച് മൺമറഞ്ഞു പോയ ഒരു മനുഷ്യഗുരുവല്ല. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു ദൈവ രൂപത്തിലുള്ളവനാണ്.
അവൻ സ്വർഗത്തിലിരിക്കുമ്പോൾ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പടച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത്, എന്താണ് അതിന്റെ അർത്ഥമെന്നറിയാമോ? നമ്മളെ പോലെ മനുഷ്യരൂപമെടുത്ത് മനുഷ്യവേഷത്തിലായി അവൻ മനുഷ്യന്റെ രീതിയിൽ പ്രസവിച്ചു വളർത്തി അമ്മയുടെ മുലപ്പാല് കുടിച്ച് അതിനുശേഷം അവൻ മനുഷ്യരോടുകൂടി വളർന്ന് അവൻ 30 വർഷത്തോളം ഭൂമിയിൽ മറ്റു മനുഷ്യരോടൊപ്പം ഒരു ആശാരിപ്പണി ചെയ്ത് തന്റെ സഹോദരങ്ങളായ ഹല്ലേലൂയ മറിയയ്ക്ക് ദൈവം കൊടുത്ത 4 പുത്രന്മാരും 1ലധികം സഹോദരന്മാരെ പോറ്റിപ്പുലർത്തുവാൻ പിതാവായ തച്ചനായ യോസഫിനോടൊപ്പം ആശാരിപ്പണി ചെയ്ത് ജീവിച്ച ഒരു ദൈവത്തെ പ്രസാദിപ്പിച്ച മനുഷ്യനായിരുന്നു യേശു. യേശു പ്രസംഗിച്ചപ്പോഴെല്ലാം ഞാൻ VIP ആണ്, സ്വർഗത്തിലിരിക്കുന്നവനാണ്, എനിക്ക് ഒരു കുറ്റവുമില്ല എന്നല്ല പ്രസംഗിച്ചത്. യേശു പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഞാൻ മനുഷ്യപുത്രനാണ്, മനുഷ്യപുത്രനാണ്, മനുഷ്യപുത്രനാണ് എന്ന് പ്രസംഗിച്ചു. അപ്പോൾ തന്നെ യേശുവിനെ കാണുന്ന പൈശാചികളെയും യേശുവിനെ കണ്ട ഭൂതാത്മാക്കൾ നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള സ്വർഗീയ രഹസ്യം വെളിപ്പെടുത്തി. യേശു പ്രസംഗിച്ച് പ്രവർത്തിച്ച് അന്നത്തെ മനുഷ്യരുടെ നടുവിൽ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയും കൊണ്ട് യാത്ര ചെയ്തപ്പോൾ യേശുവിൽ വിശ്വസിച്ച അനേകർക്ക് യേശു വെറും മനുഷ്യനല്ല, അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു. അതേ പ്രിയമുള്ളവരെ, നിങ്ങളോട് സമസ്വഭാവമുള്ള ഞങ്ങളിവിടെ കടന്നു വന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ചിന്ത കൊണ്ടല്ല, ഞങ്ങൾക്ക് അധ്വാനിച്ച് നിങ്ങളുടെ നടുവിൽ വന്ന് എന്തെങ്കിലും പൈസ പിരിക്കുവാനല്ല, സാമ്പത്തിക നേട്ടത്തിനല്ല, ഞങ്ങളുടെ സ്ഥലത്തിന് 5 ഏക്കർ സ്ഥലം കൂടി തോട്ടം കൂടി മേടിക്കാനല്ല പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ കൽപ്പനയാലും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലുമാണ് ഞങ്ങൾ നിങ്ങളുടെ നടുവിൽ കടന്നു വന്ന് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളി, അതാകുന്നു സുവിശേഷം. അതെ, യേശു ക്രിസ്തുവിനെ ഓർപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളുടെ മേൽ കിടക്കുന്നു. നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പില്ല. ഉടനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെ, അവൻ മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന തിരുവെഴുത്തിൻ പ്രകാരം അവൻ ജനിച്ച് തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന് വേദപുസ്തകത്തിൽ തെളിവായി എഴുതി. നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധിയും ആരോഗ്യവും രക്തവുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളായ ഞങ്ങളെപ്പോലുള്ളവർക്ക് യേശുവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി, യേശു ക്രിസ്തുവിലുള്ള ദൈവകൃപയെ വെളിപ്പെടുത്തി ഞങ്ങൾ ചിലർ ആത്മഹത്യ ചെയ്ത് മരിക്കപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറുവാൻ തീരുമാനിച്ചപ്പോൾ ഈ സ്നേഹം ഞങ്ങളെ തേടി വന്നു. ഞങ്ങൾ ചിലർ ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നം നിമിത്തം നമ്മളുടെ കൂട്ടാളിയെ, ഭാര്യയെ അല്ലെ സ്നേഹിക്കുന്നവളെ കൊല്ലുവാൻ തീരുമാനിച്ചപ്പോൾ സർവശക്തനായ ദൈവം ഞങ്ങളെ തടഞ്ഞു നിർത്തി വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവ് തന്ന് അങ്ങനെ ഞങ്ങൾ ആ ക്രൂരകൃത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് യേശുവിന്റെ സ്നേഹത്തിലേക്ക് തിരിയുവാനും ദൈവ സ്നേഹത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാനിടയായി. ഞങ്ങൾ ചിലർ മദ്യപാനത്തിൽ ഞങ്ങളുടെ സകല നന്മകളും നശിപ്പിച്ച് ഞങ്ങളുടെ വാഹനങ്ങളിൽ ഹല്ലേലൂയ കാണിക്കാവുന്ന കുരുത്തക്കേടുകളെല്ലാം കാണിച്ച് സകല അധർമ്മവും പ്രവർത്തിച്ച് ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ലാതെ കിട്ടുന്ന അവസരമെല്ലാം പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് രാത്രിയും പകലും വഴികളിലും ഹല്ലേലൂയ സ്വത്രം തെരുവീതികളിലും റെയിൽവേ സ്റ്റേഷനിലും കിടന്നുറങ്ങി നേരം പോക്കിയവരാണ്. എന്നാൽ മഹാദൈവത്തിന്റെ സ്നേഹവും മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ, യേശുക്രിസ്തുവിന്റെ സ്നേഹം ഉദിച്ചപ്പോൾ അവൻ ഞങ്ങൾക്ക് സുബോധം തന്നു. ദൈവത്തെ അന്വേഷിക്കാനുള്ള സുബോധം, വിവേകം തന്നു. അങ്ങനെ യേശുവിൽ ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ, യേശുവിന്റെ സ്നേഹം അനുഭവിപ്പാൻ, യേശുവിൽ കൂടിയുള്ള പ്രത്യാശ വിശ്വസിപ്പാൻ, നിങ്ങളോട് അറിയിപ്പാൻ അവൻ ഞങ്ങളെ യോഗ്യരാക്കി. ഞങ്ങൾക്ക് കോളേജിൽ പഠിച്ചിട്ടോ PhD എടുത്തിട്ടോ കിട്ടിയ വിവരമല്ല ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം തരുന്ന കൃപയ്ക്ക് തക്കവണ്ണം, ജ്ഞാനത്തിന് തക്കവണ്ണം, ദൈവം ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിനും കരുണയ്ക്കും തക്കവണ്ണം ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന പ്രിയമുള്ളവര്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നുള്ളത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ നിയമമാണ്. ലോക കോടതി പറഞ്ഞാലും ഇന്ത്യയിലെ സുപ്രീം കോടതി പറഞ്ഞാലും അതിന് മാറ്റമില്ല. നിങ്ങൾ കേരളത്തിലെ നമ്മൾ വിദ്യാസമ്പന്നരാണല്ലോ. 2-3 ദിവസം മുമ്പ് ലോക കോടതി ഇസ്രായേലിനോട് യുദ്ധം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. ഗസയിൽ ബോംബിടരുത് എന്ന് പറഞ്ഞു. ഇസ്രായേൽ അതിനെ കേട്ടില്ലെന്ന് നടിക്കുമാറ്, പൊട്ടന്മാര് പറയുന്നു ശ്രദ്ധിക്കുമാറ്, ചെവി കേൾക്കാത്ത പിള്ളേര് വീണ്ടും വീണ്ടും കല്ലെടുത്തെറിഞ്ഞ് രസിക്കുന്നത് പോലെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഗസയിൽ കൊണ്ട് ബോംബിട്ടു.
അതെ പ്രിയമുള്ളവരെ, മനുഷ്യനെ നിയന്ത്രിപ്പാൻ കഴിവില്ലാതായിരിക്കുന്നു. ലോക കോടതി പറഞ്ഞാൽ ഇസ്രായേൽ കേൾക്കണമെന്നില്ല. ലോക കോടതി പറഞ്ഞാൽ നാളെ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ രണ്ടു പക്ഷവും കേൾക്കണമെന്നില്ല. സുപ്രീം കോടതി പറഞ്ഞാൽ മനുഷ്യൻ കേൾക്കണമെന്നില്ല. സുപ്രീം കോടതിയും കേരളത്തിലെ ഹൈക്കോടതികളും എത്രയോ കേസുകളിൽ വിധി പറഞ്ഞിട്ട് നമ്മുടെ പോലീസ് സുഹൃത്തുക്കൾ ഒരു വിരല് പോലും അനക്കാതെ മാസങ്ങളോളം ആ കേസും വെച്ച് ഫയൽ പോലും തുറക്കാത്തത് നമ്മൾ പത്രങ്ങളിൽ കൂടി വായിക്കുന്നില്ലേ? ഇന്നലെ ഇന്നുമായിട്ട് നമ്മുടെ ഹൈക്കോടതി തന്നെ പോലീസ് സൈന്യത്തെ മുഴുവൻ ശാസിച്ച ഹല്ലേലൂയ വിരട്ടിയ വാർത്തയുണ്ടെന്ന് പത്രത്തിൽ കൂടി നിങ്ങൾ വായിച്ചു കാണുമല്ലോ. പ്രിയമുള്ളവരെ, മനുഷ്യന് ദൈവത്തെയോ ദൈവകൽപ്പനയോ ഭയമില്ലാതായി. ഈ ദേശത്ത് കഴിഞ്ഞ വർഷം ഹല്ലേലൂയ നമ്മുടെ വാത്സല്യമുള്ള രണ്ട് പിതാക്കന്മാര്, രണ്ട് സഹോദരന്മാരെ കാട്ടുമൃഗം കാട്ടുപോത്ത് കടന്നു വന്ന് വെട്ടി അഥവാ കുത്തി പരിക്കേൽപ്പിച്ച് മരണപ്പെട്ടു പോയ വ്യസനകരമായ വിവരം നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? ആ കാട്ടുപോത്തിന് കാട്ടിൽ തീറ്റയില്ലാഞ്ഞിട്ടാണോ? അല്ല, ആ കാട്ടുപോത്തിന്റെ ഹല്ലേലൂയ സ്വന്തം പശുവിനെ ആരെങ്കിലും മോട്ടിച്ചുകൊണ്ട് പോയിട്ടാണോ? അഥവാ അതിന്റെ ഭാര്യയെ ആരെങ്കിലും മോട്ടിച്ചുകൊണ്ട് പോയിട്ടാണോ? അതിന്റെ മക്കളെ കടുവ പിടിച്ചുകൊണ്ട് പോയിട്ടാണോ? അല്ല പ്രിയമുള്ളവരെ, മനുഷ്യന്റെ പാപമാണ് കാരണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇയ്യോബ് എന്ന പേരുള്ള ഭക്തനോട് ബന്ധപ്പെട്ടെഴുതിയ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: നീ ദൈവത്തെ അന്വേഷിച്ച് അവനോടിണങ്ങി സമാധാനമായി ജീവിച്ചാൽ കാട്ടുമൃഗം നിന്നോട് മെരുകിയിരിക്കും. നീ ദൈവഭക്തിയോടെ ജീവിച്ചാൽ ഒരു കാട്ടുമൃഗവും നിന്നെ ദ്രോഹിക്കുകയില്ല. അവൻ കടിച്ചു കീറുവാൻ ചെന്നായെയും പട്ടിയെയും കാട്ടുമൃഗങ്ങളെയും മനുഷ്യരുടെ ഇടയിലേക്ക് അയക്കുമെന്ന് പ്രവാചകന്മാരിൽ കൂടി വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ഭയപ്പെടാത്തത് കൊണ്ടാണ് നാം പട്ടിയെയും പൂച്ചയും കാട്ടുമൃഗത്തെയും പേടിക്കേണ്ടി വന്നിരിക്കുന്നത്. കേരളത്തിൽ നാം TV കണ്ട് രസിച്ചും വാർത്ത വായിച്ച് രസിച്ചും ഒരു അരിക്കൊമ്പന്റെ യാത്ര കണ്ട് രസിച്ചവരല്ലേ? സിനിമയിൽ കാണുന്നതിനേക്കാൾ ഉപരി മനോഹരമായി ഒരു അരിക്കൊമ്പനെ ആ കാട്ടിൽ നിന്ന് കൊണ്ടുപോയി തമിഴ്നാടൻ ഏരിയയിലേക്ക് വിട്ടത് വളരെ രസകരമായ കാഴ്ചയായി സിനിമാ കഥകളെക്കാളും രസങ്ങളെക്കാളും മനോഹരമായി കേരളവാസികൾ കണ്ട് രസിച്ചതല്ലേ പ്രിയമുള്ളവര്? എത്രയോ ലക്ഷം രൂപ അതിനുവേണ്ടി മുടക്കി. പക്ഷെ എന്ത് പ്രയോജനമുണ്ടായി? ഒരു അരിക്കൊമ്പൻ പോന്നപ്പോൾ ഒരു പടയപ്പ, ഒരു BT7 തുടങ്ങി ഒരിടത്തുനിന്ന് ഒരാളെ ഒഴിവാക്കിയപ്പോൾ ഇതാ പാലക്കാട് പോത്തിറങ്ങി, പാലക്കാട് കടുവ ഇറങ്ങി, പാലക്കാട് വേറെ ആന ഇറങ്ങി, ഹല്ലേലൂയ അട്ടപ്പാടിയിൽ അടുത്ത ആന ഇറങ്ങി, സ്വത്രം വയനാട്ടിൽ അടുത്ത ആന ഇറങ്ങി, ഇതാ ഇവിടെ അത് മാറി അടുത്ത ആന നമ്മുടെ ഇടുക്കിയിലും ഇറങ്ങി. ഒരിടത്ത് ഒതുക്കിയപ്പോൾ 3 സ്ഥലത്ത് ഇറങ്ങി. അതേ പ്രിയമുള്ളവരെ, പാപത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തി വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ ന്യായപ്രമാണം. മനുഷ്യൻ മരിക്കും, അത് ദൈവത്തിന്റെ നിയമമാണെന്ന് വേദപുസ്തകത്തിലെ വചനം ഞങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു. കാരണം എന്താണെന്നറിയാമോ? പാപം ഒരു വിഷമുള്ളിൽ കൂടി വരുന്നതാണ്. പാപത്തിന്റെ വിഷമുള്ള മരണം നമ്മിൽ വരുന്നത് പാപം എന്ന വിഷമുള്ളിൽ കൂടിയാണ്. മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. അതെ, ആ വിഷമുള്ള എന്നിൽ നിന്നും നിന്നിൽ നിന്നും പറിച്ചു കളയുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ അവന്റെ തലയിൽ 2-3 ഇഞ്ച് നീളമുള്ള ക്രൂരമായ കായിരുമ്പ് ആണിയെക്കാളും വിഷമുള്ള അടിച്ചു കയറ്റിയെന്നും അതിന് തക്കവണ്ണമുള്ള വിഷമുള്ളകളാൽ ചുറ്റപ്പെട്ട മുൾക്കിരീടം അവന്റെ തലയിൽ അടിച്ചു കയറ്റിയെന്നും നിങ്ങൾ കേട്ടിട്ടില്ലയോ? ഫോട്ടോകളിൽ അത് വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? മരണത്തിന്റെ വിഷമുള്ള ആയ പാപത്തെ നമ്മളിൽ നിന്ന് എടുത്തു കളയുവാൻ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് കിട്ടുന്ന രക്ഷയ്ക്ക് വേണ്ടി യേശു ആ വിഷമുള്ള മുഴുവൻ തന്റെ ശരീരത്തിൽ അനുഭവിച്ചു. പ്രിയമുള്ളവരെ, ദൈവം നിനക്ക് തലയും കാഴ്ചയും സുബോധവും തന്നിരിക്കുന്നത് ദൈവത്തെ അന്വേഷിച്ചാലാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു വന്നത് എന്തിനെന്ന് എഴുതിയിരിക്കുന്ന ഒരു വചനമുണ്ട്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹമുള്ള യോഹന്നാൻ, മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ, യേശുവിനെ കുറിച്ചും വരുവാനുള്ള ലോകത്തെക്കുറിച്ചും ദൈവിക രഹസ്യങ്ങൾ ഒരുപാട് പ്രാപിച്ച് നമ്മുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു. അതിൽ പ്രധാന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് മുഴുവൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ന്യായവിധിക്ക് മുമ്പ് നിനക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ യോഹന്നാൻ തന്റെ ലേഖനം എഴുതിയപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത ബുദ്ധിയിൽ അവൻ ഇങ്ങനെ എഴുതി വെച്ചു: ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. അതേ പ്രിയമുള്ളവരെ, യേശു ഇവിടെ വന്നത് സത്യദൈവത്തെ അറിയുവാൻ എനിക്കും നിനക്കും വിവേകം തരാൻ വേണ്ടിയാണ്.
ജീവനുള്ള ദൈവത്തെ അറിയുവാൻ യേശു വിവേകം തന്നത് നീ ദൈവത്തിന് പകരം മൃഗങ്ങളുടെ മുന്നിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. നീ സൃഷ്ടിതാവിന് പകരം സൃഷ്ടികളുടെ മുന്നിൽ, രൂപങ്ങളുടെ മുന്നിൽ, അല്ലെങ്കിൽ ബിംബങ്ങളുടെ മുന്നിൽ, മൃഗരൂപങ്ങളുടെ മുന്നിൽ മുട്ടമടക്കുന്നത് കണ്ട് ദൈവത്തിന് അനിഷ്ടം തോന്നി. എന്നാൽ ദൈവത്തിന്റെ പരമമായ സ്നേഹ നിമിത്തം തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നിനക്ക് പാപബോധമുണ്ടാകുവാൻ, നിനക്ക് ന്യായവിധിയെക്കുറിച്ച് അറിവുണ്ടാകുവാൻ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനുഷ്യലോകത്തിന് ബോധ്യം വരുത്തുവാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു. പുത്രൻ സ്വർഗത്തിലേക്ക് പോയപ്പോൾ പുത്രന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന സത്യത്തിന്റെ ആത്മാവെന്ന പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. തന്റെ ശിഷ്യന്മാരെ ആ ആത്മാവിൽ നിറച്ച് ഭൂലോകമെമ്പാടും യേശുവിന്റെ സ്നേഹത്തെയും യേശു തരുന്ന രക്ഷയെക്കുറിച്ച് പ്രസംഗിപ്പാനും അത് വിശ്വസിക്കാത്തവരെ ന്യായവിധിക്ക് ഏൽപ്പിക്കുമെന്ന് മുന്നറിവ് കൊടുക്കുവാനും പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ 2-3 ദിവസം TV ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് കാണുമല്ലോ. 2-3 ദിവസമായിട്ട് കേരളത്തിലെ വല്ലാത്ത മഴ, ഘനഗംഭീരമായ മഴ, തോരാ മഴ നിമിത്തം എറണാകുളത്ത് ഇന്ന് വരെ ഉണ്ടാകാത്ത രീതിയിൽ, അത് വാർത്തക്കാര്, പത്രക്കാര്, TV-ക്കാര് പറഞ്ഞ വാക്ക് അതുപോലെ ഞാൻ പറയുന്നു. പ്രളയകാലത്ത് പോലും പൊങ്ങാത്ത നിലയിൽ എറണാകുളത്ത് വെള്ളം പൊങ്ങി. പ്രളയകാലത്ത് കയറിയിട്ടില്ലാത്ത വീടുകളിൽ ഇന്നലെ മിനിഞ്ഞാന്നും വെള്ളം കയറി. അതുകൊണ്ട് പത്രക്കാര് പറഞ്ഞു, വീണ്ടും ഒരു പ്രളയം വരികയാണോ എന്ന് ഭയപ്പെടുമാറ് തിരുവനന്തപുരം, കോഴിക്കോടും എറണാകുളവും വെള്ളത്താൽ മുങ്ങപ്പെട്ടു പോയി. പ്രിയമുള്ളവര്, എന്തുകൊണ്ടാണ് മനുഷ്യൻ, നമ്മുടെ ഇന്ത്യ ഒരു പെട്ടകം ചന്ദ്രനിലേക്ക് അയച്ചെന്നും പറഞ്ഞ് നാമും നമ്മുടെ ഭരണാധികാരികളും ഭയങ്കര ഗമയിലിരിക്കുകയാണ്. നാം ഏതാണ്ടൊക്കെ പ്രാപിച്ചെന്ന് കരുതിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു വരുമ്പോൾ യേശുവിന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ച മലാഖി പ്രവചനത്തിൽ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? അഹങ്കാരികളെയും സകല ദുഷ്ടന്മാരെയും ഞാന് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാവും. നിങ്ങൾ കേട്ടുപോ ആ വാക്ക്, ഒരു നിമിഷം ശ്രദ്ധിക്കണമേ. സകല ദുഷ്പ്രവർത്തിക്കാരും എന്ന് പറഞ്ഞപ്പോൾ അഹങ്കാരികൾ എടുത്തു പറയണമോ? അതെ, എന്താണ് അഹങ്കാരം? ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിയാത്തവരെ പോലെ ജീവിക്കുമ്പോൾ ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചതെന്ന് വേദപുസ്തകത്തിൽ കൂടിയോ പള്ളിയിൽ കൂടിയോ നിന്റെ ആലയത്തിൽ കൂടിയോ കേട്ടിട്ടും നീ ദൈവത്തെ അന്വേഷിക്കാതെ, ദൈവത്തെ സ്നേഹിക്കാതെ, മാതാപിതാക്കളെ സ്നേഹിക്കാതെ, ഭാര്യയെ സ്നേഹിക്കാതെ, മക്കളെ കുറിച്ച് കരുതാതെ, നീ നിന്റെ ജഡസുഖത്തിന് മദ്യത്തിന് ആശ്രയിച്ച്, മയക്കുമരുന്നിനെ ആശ്രയിച്ച്, എന്താണ് MDMA എവിടെ കിട്ടുമെന്ന് ചോദിച്ച് അതിനെ നീ ഓൺലൈനിൽ വരുത്താനും അതിന്റെ സ്വാദ് ആസ്വദിച്ച് നീ ബോധം കെട്ട് തുണിയില്ലാതെ കിടന്ന് ഉറങ്ങുവാനും നിന്നെ പിശാച് വലിക്കുമ്പോൾ നീ ദൈവത്തെ ഭയപ്പെടാതെ നീ അതിന്റെ പുറകെ പോയാൽ, പണ്ട് വേദപുസ്തകത്തിലെ ഒരു ഭക്തൻ, ദൈവത്താൽ മാനിക്കപ്പെട്ട ഒരു ഭക്തൻ, ഹല്ലേലൂയ, നോഹ എന്ന പേര്, അവൻ ഭൂമിയെ മുഴുവൻ ന്യായം വിധിച്ചു. ക്രിസ്ത്യാനിയെ ദൈവം നീതീകരിച്ച നോഹ എന്ന ഭക്തൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിട്ടും അവന് ദൈവഭയത്തിൽ നന്ദിയോടെ ജീവിപ്പാനല്ല തോന്നിയത്, നല്ല കൃഷി ചെയ്ത് മക്കൾക്ക് വേണ്ടി കരുതാനല്ല തോന്നിയത്. അവൻ പഴയകാല ജീവിതമോർത്ത്, പഴയ മനുഷ്യരുടെ സ്വഭാവം ഓർത്ത് അവൻ വീഞ്ഞു കുടിച്ച് ഒന്നാന്തരം നല്ല മട്ടുള്ള നല്ല കിക്കാവുന്ന വീഞ്ഞുണ്ടാക്കി അവൻ കുടിച്ചേച്ച് ബോധമില്ലാതെ തുണിയില്ലാതെ കിടന്നു. അവന്റെ മക്കൾ അത് കാണുവാൻ ഇടയായി. പ്രിയപ്പെട്ട ദൈവഭക്തരെ, ആ ഒറ്റ കാഴ്ച നിമിത്തം നോഹേ മദ്യം കഴിച്ച് ലക്കുകെട്ട് കിടന്ന നിമിത്തം വീണ്ടും ഭൂമിയിൽ സ്വന്തം മക്കളെ ശപിച്ച് പ്രാഗി ദേശത്ത് ഭവനത്ത് തലമുറകളിലേക്ക് ശാപം പെരിയങ്ങോട്ട് പോയി. അതേ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടും, മനുഷ്യന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടും. അതുകൊണ്ടാണ് നീ ആ 150 രൂപ മുടക്കി നേർച്ച നേർന്നാലല്ല, നീ 100 മെഴുകുതിരി കത്തിച്ചാൽ കിട്ടുമെന്നല്ല, നീ 40 ദിവസം വ്രതമെടുത്ത് നോമ്പെടുത്ത് കുരിശുമലയോ മറ്റേതും പള്ളികളോ മറ്റേതെങ്കിലും ആലയങ്ങളോ അമ്പലങ്ങളോ പോയാൽ നീ രക്ഷ പ്രാപിക്കുമെന്നല്ല സർവശക്തനായ ദൈവം പറഞ്ഞത്. കർത്താവായ യേശുവിനെ വായി കൊണ്ട് നീ ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി നീ വിശ്വസിച്ച് നിന്റെ വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കേട്ടോ പ്രിയമുള്ളവര്, നിന്റെ പോക്കറ്റിലെ കാശ് കൊടുത്തിട്ടല്ല 5 ഏക്കർ സ്ഥലം 15 സെന്റ് സ്ഥലം കുരിശുതൊട്ട് പണിയാനോ ഗുരുമന്ദിരം പണിയാനോ പള്ളി പണിയാനോ കൊടുത്തത് കൊണ്ടല്ല, നിന്റെ വാ കൊണ്ട് യേശുവിനെ കർത്താവ് രക്ഷിതാവുമെന്ന് ഏറ്റുപറഞ്ഞാൽ, നിന്റെ നാവ് കൊണ്ട് യേശുവിനെ കർത്താവ് രക്ഷിതാവുമെന്ന് ഏറ്റുപറഞ്ഞാൽ
ദൈവം അവന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നീ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. അതേ പ്രിയമുള്ളവര്, അത്രയും സൗജന്യമാണ് രക്ഷ. രക്ഷ എന്നത് കുഞ്ഞാടിന്റെ ദാനമെന്ന് സ്വർഗം എപ്പോഴും 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 പാടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വർഗം മനോഹര ദേശമാണ്, നിത്യ സന്തോഷമുള്ള ദേശമാണ്, നിത്യ സമാധാനമുള്ള ദേശമാണ്. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, കർത്താവ് ശിഷ്യന്മാരിൽ ഒന്നാമനായ പത്രോസ് കൂടി എഴുതി വെച്ചു, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. അതേ പ്രിയമുള്ളവരെ, ഒരു രാത്രി എന്തെങ്കിലും അല്പം ഫലങ്ങളിലോ കട്ടികൂടിയതോ കഴിച്ച് സമാധാനത്തിന് വേണ്ടി നീ പോയി കിടന്നുറങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ നീ വീണ്ടും തപ്പിപ്പോകും. സമാധാനം തരുവാൻ കർത്താവായ യേശുവിന് മാത്രം, യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നീ മാനസാന്തരപ്പെടണം, നീ മദ്യപാനം വിട്ടുതിരിയണം. നീ മയക്കുമരുന്നിൽ ആശ്രയിക്കുന്നത്, കഞ്ചാവ് കൃഷിയിൽ ആശ്രയിക്കുന്നത്, കഞ്ചാവ് കഴിക്കുന്നത് നീ വിട്ടുതിരിയണം. നിന്റെ നാട്ടിൽ, നിന്റെ കുടുംബത്തിൽ അങ്ങനെ ആരും ഉണ്ടാകാതിരിക്കട്ടെ. നിന്റെ അയലോക്കത്തോ നിന്റെ സ്നേഹിതരുടെ മക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കിക്ക്. ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ച് നിങ്ങളെ മതത്തിലേക്ക് ചേർക്കാൻ വന്നതല്ല. ഞങ്ങളോടൊപ്പം സംസാരിച്ച പ്രിയ സഹോദരൻ, മുക്കൂട്ടുതറ ദേശവാസി, 10-30 വർഷമായി അവിടെ നിങ്ങളെപ്പോലെ വാഹനം ഓടിച്ച് ജീവിക്കുന്ന വ്യക്തി നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടുവല്ലോ. അതെ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടും സഹായത്തോടും കൂടെ, അതെ അവിടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സഹായത്തോടും കൂടെ, അതെ അവിടെ നല്ല സ്നേഹം പങ്കിടുന്ന സ്നേഹിതരായ കൗൺസിലിംഗ് ഡോക്ടർമാരുടെ സംരക്ഷണത്തോടു കൂടി നിനക്കോ അവനോ നിന്റെ അറിവിൽപ്പെട്ട ആരെങ്കിലും മദ്യത്തിന് അടിമയെ കിടക്കുന്നെങ്കിൽ, മയക്കുമരുന്ന് അടിമയെ കിടക്കുന്നെങ്കിൽ 5 പൈസ ഫീസ് മേടിക്കാതെ പ്രിയപ്പെട്ടവരെ നീ അങ്ങോട്ട് കൊണ്ടുവരിക. ഞങ്ങൾ അവർക്ക് ചെയ്യാവുന്ന എല്ലാ സ്നേഹപ്രവൃത്തി, എല്ലാ സ്നേഹദൂതും കൊടുത്ത് അവനെ എങ്ങനെയും രക്ഷിപ്പാൻ ഞങ്ങൾ ശ്രമിക്കും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 10-12 പേർ ഒരാഴ്ച ഞങ്ങളോടൊപ്പം അവിടെ താമസിച്ച് ക്യാമ്പിൽ പങ്കെടുത്ത് നല്ല ഭക്ഷണം കഴിച്ച് സ്നേഹം പങ്കിട്ട് അങ്ങനെ കർത്താവായ യേശുവിന്റെ സാക്ഷികളായി തീർന്ന് തങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷത്തോടെ മടങ്ങിപ്പോയവർ ഞങ്ങളോടൊപ്പം ഉണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിങ്ങൾ ഈ പാപപ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവ് തന്റെ ദാസന്മാരെ ഭൂമിയിൽ അയച്ചപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കൽപ്പിക്കാൻ ദൈവം പറഞ്ഞു. അതേ കൽപ്പന ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എല്ലായിടത്തും എല്ലാവരും, അതെ ഈ കണമല ദേശത്തുള്ളവർ, ഈ മുക്കൂട്ടറ ദേശത്തുള്ളവർ, എന്നെ കേൾക്കുന്ന യാത്രക്കാർ, എന്നെ കേൾക്കുന്ന ഡ്രൈവർമാർ, എന്നെ കേൾക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, അവരോട് ദൈവത്തിന്റെ വചനം കൽപ്പിക്കുന്നു. എന്ത്? നിങ്ങൾ മാനസാന്തരപ്പെടണം. എന്താണ് മാനസാന്തരം? ഇതുവരെ നീ ഹൃദയത്തിൽ നിന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചിരുന്ന ദൈവവിഷയങ്ങളെ നീ ഒന്ന് ഉറച്ചു നോക്കണം. അതിനകത്ത് ജീവനുള്ള ദൈവത്തെ കുറിച്ചുള്ള ഉറപ്പ് നിനക്കുണ്ടോ? നിന്റെ മരണശേഷം നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകുമെന്ന് നീ ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? നീ വിശ്വസിക്കുന്ന ദേവന്മാർ, നീ സേവിക്കുന്ന ദേവന്മാർ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം മനുഷ്യനെന്ന് കേരളത്തിൽ വളരെ ശ്രേഷ്ഠകരമായ ലളിത ഉപദേശം പറഞ്ഞ ശ്രീനാരായണ ഗുരു എന്ന വന്യനായ മനുഷ്യൻ പറഞ്ഞു. നല്ല ഉപദേശമാണ്, ഞങ്ങളും അത് മാനിക്കുന്നു. പക്ഷേ ഉപദേശം എവിടുന്നാന്ന് അറിയാമോ? അതേ പ്രിയമുള്ളവരെ, അതും ബൈബിളിൽ തന്നെയാണ്. സ്നേഹമാണ് അഖില സാരമൂലയിൽ നിന്ന് നമ്മുടെ കവിവീരന്മാർ, സാഹിത്യകാരന്മാർ എഴുതിയത് നാം 8-ലും 9-ലും 10-ലും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്നില്ലേ? അത് എവിടുന്ന് വന്നതാണ്? അതേ പ്രിയമുള്ളവരെ, അതും ബൈബിളിലാണ്. ദൈവം സ്നേഹം തന്നെ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിന്റെ മക്കളെ എല്ലാം സ്നേഹിക്കുന്നു. അതെ, ആ സ്നേഹത്തിലാണ് പ്രിയമുള്ളവരെ ഞങ്ങളും ഈ തണുപ്പിടിച്ച് ഈ മഴ സഹിച്ച് നിങ്ങളുടെ നടുവിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം വാഹനം ഉപയോഗിക്കുന്നവർ എത്രത്തോളം തിരക്കുള്ളവരാണെന്ന്. മുമ്പേ സാക്ഷ്യം പറഞ്ഞ സഹോദരനെ ഒരു ടിപ്പറും അതിന് തുല്യമായ വാഹനമുള്ള ആളാണ്. ഒരു ദിവസം ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ എത്ര രൂപ അദ്ദേഹത്തിന് സമ്പാദിക്കാമായിരുന്നത് ഒഴിവാക്കിയിട്ടാണ് നിങ്ങളുടെ നടുവിൽ വന്ന് നിൽക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അതുപോലെ നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തി ഉൾപ്പെടെ ഞങ്ങളുടെ കൂടെ ഉള്ളവർ വിദേശത്തും സ്വദേശത്തും ജോലിയുള്ളവരും ഹല്ലേലൂയ അറിയപ്പെടുന്ന വലിയ മതിലിന്മേൽ കിളുത്ത കുടുംബത്തിൽ ജനിച്ചു വളർന്നവരുമാണ്. പക്ഷേ ഞങ്ങൾ ജീവിച്ചു വളർന്ന സാഹചര്യം പെരുന്നാൾ ആഘോഷിക്കാനും ഉത്സവം ആഘോഷിക്കാനും കല്ലാവരെ മാത്രം നടത്തുന്ന വെറും മനുഷ്യരുടെ ചടങ്ങാണെന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു.
എൻ്റെ പിതാവ് എനിക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. ഞങ്ങൾ 5 സഹോദരങ്ങളുണ്ട്, അമ്മയുണ്ട്. പക്ഷെ ഞാൻ പള്ളിഭക്തിയിൽ വളർന്നു വന്നതുകൊണ്ട് ഒരു 30 വർഷം ബൈബിള് തുറക്കുന്ന നിമിഷം വരെ, എനിക്കൊരു 25 വയസ്സാകുന്നത് വരെ ഞാൻ പിതാവിനെ അടക്കിയിരിക്കുന്ന കല്ലറയിൽ പോയി മെഴുകുതിരി കത്തിച്ച് ധൂപം അർപ്പിക്കുമായിരുന്നു. ആ നാളുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ തന്നെ എൻ്റെ അപ്പന് ജനിച്ച വേറെ 4 മക്കളുണ്ട്. ഇവരാരും വരേല, ഇവർക്കാർക്കും ഭക്തിയില്ല. പക്ഷേ ഞാൻ ബൈബിള് വായിച്ച് ജീവനുള്ള ദൈവത്തെക്കുറിച്ച് സുവിശേഷം ഏറ്റെടുത്ത് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് തിരിഞ്ഞപ്പോൾ ഇവരെന്നെ ഭക്തി ഉപദേശിക്കാൻ തുടങ്ങി. ആ നിമിഷം വരെ ചത്തുപോയ അപ്പൻ്റെ കല്ലറ ഇവർക്കാർക്കും വേണ്ട, ഒന്നും വേണ്ട. അവർക്ക് ഭക്തി വിഷയമല്ല. പ്രിയമുള്ളവരെ, കല്ലറ വരെ ഉള്ളൂ നമ്മുടെ ജീവൻ. നമ്മൾ കേട്ടിട്ടില്ലേ ഒരു പാട്ട്? നമ്മൾ കേട്ടിട്ടില്ലേ? എന്താണ്? സ്തോത്രം, 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 സ്തോത്രം. പഴയ കാലത്തെ നാടകത്തിലൊക്കെ പാടുന്നത് പോലെ നമ്മളുടെ എന്താണ് ജീവിതം എവിടേക്ക് പോകുന്നു എന്നുള്ള പല പല പാട്ടുകൾ നമുക്കുണ്ടല്ലോ. അതിനകത്തെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ അവസാന മോഹങ്ങൾ, അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടല വരെ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? പാട്ടുകളായിട്ട് കേട്ടിട്ടില്ലേ? നമ്മളുടെ ചുടല വരെ അഥവാ നമ്മുടെ കല്ലറ വരെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ മോഹങ്ങളും കണക്കുകൂട്ടലും എല്ലാം നമുക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മളുടെ ഭാര്യയോ നമ്മളുടെ മാതാവോ നമ്മളുടെ പിതാവോ എല്ലായ്പ്പോഴും നമ്മെ ഓർത്ത് അവർ കഴിക്കുമ്പോൾ മരിച്ചവർക്ക് വേണ്ടി ഒരു പാത്രം ചോറ് മാറ്റി വയ്ക്കാറില്ല. അവരൊരുപക്ഷെ 1-2 ദിവസം ഭക്ഷണം വിഷമിച്ച് കുറച്ച് കഴിക്കുമായിരിക്കാം. പിന്നെ അവർ നോർമലായി മറ്റുള്ളവരോടൊപ്പം ജീവിക്കും. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം സ്വതന്ത്രം. ഒരിടത്തു ജനനം, ഒരിടത്തു മരണം, ചുമലിൽ ജീവിത ഭാരം. ഒരിടത്തു ജനനം, ഒരിടത്തു മരണം, ചുമലിൽ ജീവിത ഭാരം. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ, മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടല വരെ. മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടല വരെ. അതെ, ആ പാട്ടിൽ മതമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ സകല ജാതിയെ മതത്തെ നോക്കിയിട്ട് അവൻ പാടി. ഹല്ലേലൂയ. സിനിമാ പാട്ടുകാർ അത് പാട്ടാക്കി വെച്ചു. എന്താണ്? ഒരിടത്ത് ജനിക്കുന്ന മനുഷ്യൻ മറ്റൊരിടത്ത് മരിക്കുന്നു. ഈ യാത്ര എവിടെ നിന്ന് തുടങ്ങി? അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചു വീണപ്പോൾ തുടങ്ങി. എവിടം വരെ ഉണ്ട് അതാർക്കും അറിയത്തില്ല. നാം എപ്പോൾ മരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. കേരളത്തിൽ നാം ഇന്ന് വരെ കേട്ടറിഞ്ഞിട്ടുണ്ടോ? ഇത്രയും വിദ്യാസമ്പന്നരായ കേരളത്തിൽ ഒരു വിളി വിളിച്ചാൽ 15 മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സും പോലീസ് വണ്ടിയും ഓടിയെത്തുന്ന കേരളദേശത്ത് നമ്മളെപ്പോലെ ജീവിച്ച 2 അച്ചായന്മാർ, മാന്യരായ അധ്വാനശീലരായ 2 അച്ചായന്മാർ ഈ മുകളിലെ കാട്ടിൽ നിന്ന് കാട്ടുപോത്തിറങ്ങി വന്ന് കൊല്ലുമെന്ന് നമ്മൾ ഇന്ന് വരെ കേട്ടിരുന്നോ? നമ്മൾ ചിന്തിച്ചിരുന്നോ? ഇല്ലല്ലോ. എങ്കിൽ കൊറോണ എന്നൊരു വിഷയത്തെക്കുറിച്ച് ഡിക്ഷണറി പോലും ഇല്ലാത്ത പേരിൽ കോവിഡും കൊറോണ എന്നും പറഞ്ഞ് ഒരു മഹാവ്യാധിയിൽ കൂടി ലോകം മുഴുവൻ ഭയം വിതച്ച് അനേകം മരണപ്പെട്ട് ഭാര്യയെ സ്നേഹചുംബനം കൊടുക്കാൻ കഴിയാതെ, അപ്പന് അമ്മയ്ക്ക് സ്നേഹചുംബനം കൊടുക്കുവാൻ കഴിയാതെ, ദൂരത്ത് നിന്ന് ഹല്ലേലൂയ ഇന്ന് മണനയാതിരിക്കാനോ അല്ലെ വേസ്റ്റ്, നമ്മുടെ കുടുംബശ്രീക്കാര് പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് കൂടയ്ക്കകത്ത് പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകുന്നത് പോലെ അന്ന് അനേകരെ പ്ലാസ്റ്റിക്കിനകത്ത് പൊതിഞ്ഞു കെട്ടി ഒരുപാട് പേരെ ഒരുമിച്ച് വലിയ കുഴികളിൽ JCB കൊണ്ട് ഉന്തിയിടുന്നത് മനുഷ്യരെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടതല്ലേ? വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരാ, വിദ്യാസമ്പന്നനെന്ന് അഭിനയിക്കുന്ന ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ബുദ്ധി കൊണ്ട് നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് കൊറോണ വിട്ടോടുവാൻ നിനക്ക് പറ്റിയോ? ഇല്ല. എത്രയോ പേർ ജീവിതം വിട്ടുപോയി. അതിന് തൊട്ട് മുമ്പല്ലേ വലിയൊരു പ്രളയം നമ്മുടെ ദേശത്തെ മൊത്തം മുക്കിക്കളഞ്ഞിട്ട് ഒരു രക്ഷയുമില്ലാതെ നമ്മളായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്നലെ മിനിഞ്ഞാന്നും എറണാകുളത്തും തിരുവനന്തപുരത്തും നിസ്സാരം വീടുകളിൽ വെള്ളം കയറിയപ്പോൾ വീണ്ടും പ്രളയമാണോ എന്ന് പേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മളുടെ ആയുസ് ഇന്ന് ഉണ്ടായി വൈകിട്ട് വാടി വീടി പോകുന്ന വെറും പൂക്കൾ പോലെ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. സകല ജഡവും പുല്ല് പോലെ, അതിന്റെ ഭംഗിയെല്ലാം പൂ പോലെ, എന്നാൽ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച ജീവന്റെ വചനമാകുന്ന യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആരാണ് യേശു? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് അറിയപ്പെടുന്ന ഒരേ ഒരു വ്യക്തി. ആരാണ് യേശു?
യേശു വീണ്ടും വരുമെന്ന് അറിയിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ആരാണ്? യേശു. മതം നോക്കാതെ, ജാതി നോക്കാതെ, പ്രായം നോക്കാതെ സകല മനുഷ്യരെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ 3 ദിവസം, ഹല്ലേലൂയ, 3 ആണിമേൽ തൂക്കപ്പെട്ട് ക്രൂശിൽ മരിച്ച് 3 ദിവസം കല്ലറയ്ക്കുള്ളിൽ ഇരുന്നിട്ട് മുൻകൂട്ടി താൻ പറഞ്ഞതുപോലെ, മുൻകൂട്ടി ദൈവം പ്രവാചകരിൽ കൂടി വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ ഏക ദൈവത്തിന്റെ ഏകപുത്രൻ, ആദിജാതനായ പുത്രൻ, ഏകജാതനായ പുത്രൻ ആണ് യേശു. ആ യേശു വീണ്ടും വരും. പ്രിയപ്പെട്ടവനെ, ആ യേശു വരുമ്പോൾ നീ ലജ്ജിച്ചു പോകരുത്. ദൈവം വരുന്നത്, യേശു വരുന്നത് ന്യായം വിധിപ്പാനാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ ഇന്ന് കച്ചവട സ്ഥാപനങ്ങളിൽ ഓഫർ ഉണ്ട് എന്ന് പറയുന്നത് പോലെ 5 പാക്കറ്റ് സാധനം എടുത്താൽ 1 പാക്കറ്റ് ഓഫർ എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ ന്യായവിധിക്ക് മുമ്പ് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഓഫറാണ് ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഒരു ഓഫറുണ്ട്. നിന്റെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിക്കും. നിന്റെ കുടുംബത്തെ കർത്താവ് രക്ഷിക്കും. നിനക്ക് നിത്യ സന്തോഷം ദൈവം തരും, നിത്യ സമാധാനം ദൈവം തരും, നിത്യ സ്വർഗത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. ഈ പ്രസംഗത്തെ നീ നിസ്സാരമായി കണ്ടാൽ, നിന്റെ വീട്ടിലിരിക്കുന്ന ബൈബിള് തുറന്നു നോക്കാതെ നീ അതിന്റെ മുകളിൽ ഹല്ലേലൂയ വിളക്കും കത്തിച്ചോണ്ട് അതിനകത്ത് പേഞ്ചിപ്പും നോട്ടും വെച്ച് അത് വെറും ഒരു ലോക്കർ പോലെ വെച്ചോണ്ടിരുന്നാൽ നീ ന്യായം വിധിക്കപ്പെടും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു വന്നത് എന്നെ നിന്നെ രക്ഷിക്കാനാണ്. നീ അത് വിശ്വസിച്ച് കർത്താവ് യേശുവേ എന്റെ പാപം ക്ഷമിക്കണമേ, ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തെ ഭയപ്പെട്ട് അനുസരിച്ച് ജീവിപ്പാൻ എനിക്ക് കൃപ തരണമെന്ന് നീ ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്റെ കിടക്കയിൽ വെച്ച് നീ ഏൽപ്പിച്ചു കൊടുത്താൽ, അങ്ങനെ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിന്റെ വീട്ടിലെ രക്ഷ വരും. നിന്റെ കന്നുകാലികളെ ദൈവം രക്ഷിക്കും. നിന്റെ ആടുമാടുകളെ, വളർത്തുമൃഗങ്ങളെ ദൈവം സംരക്ഷിക്കും. നിന്റെ കൃഷിഫലത്തെ ദൈവം സംരക്ഷിക്കും. നിന്റെ അധ്വാന ഫലത്തെ ദൈവം സംരക്ഷിക്കും. വേദപുസ്തകത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, തൃപ്തി വരുത്താത്തതിന് നിന്റെ അധ്വാന ഫലം കൊടുക്കരുത്. ഹല്ലേലൂയ. അപ്പമല്ലാത്തതിന് നിന്റെ പോക്കറ്റിലെ പൈസ ദ്രവ്യം കൊടുക്കരുത്. പ്രിയമുള്ളവരെ, തൃപ്തി വരാത്ത കഞ്ചാവിനും മയക്കുമരുന്നിനും വേണ്ടി നിന്റെ പൈസ കളയരുത്. ഹല്ലേലൂയ. അപ്പമല്ലാത്തതിന് വേണ്ടി സ്വോത്രം സ്വോത്രം നീ അധ്വാന ഫലം നിന്റെ തലമുറകളെ കൊടുക്കരുത്. ദൈവമല്ലാത്തവർക്ക് നിന്റെ മക്കളെ സമർപ്പിച്ചു കൊടുക്കരുത്. സൃഷ്ടിച്ച ദൈവത്തെ ഭയപ്പെടണം. സൃഷ്ടിച്ച ദൈവത്തിന് പകരം ദൈവം സൃഷ്ടിച്ച ഭക്തന്മാരെന്ന് കരുതുന്ന ഹല്ലേലൂയ മനുഷ്യരുടെ മുമ്പാകെ നിന്റെ മക്കളെ ഇനിയെങ്കിലും നീ നേർച്ച നേർന്ന് കൊടുക്കരുത്. കർത്താവ് യേശുക്രിസ്തുമാണ് മാത്രമാണ് സത്യദൈവം. കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ. അത് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ ദൈവം അയച്ചത് ഒരേ ഒരു മധ്യസ്ഥനാണ്, അനേകരില്ല. അതെ, വേദപുസ്തകത്തിൽ അത് പറയുന്നു. പള്ളികളിലല്ല അത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പള്ളിഭക്തനായിരുന്നു, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ നീയല്ലോ ഏക പരിശുദ്ധനെന്ന് പള്ളികളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്നാലും നമ്മളത് മറന്നുവെച്ച് ഇതുപോലെ കാണുന്ന കുരിശടികളിൽ പോയി, അല്ലെങ്കിൽ നമ്മളെ വെട്ടിത്തിളങ്ങുന്ന ഹല്ലേലൂയ മാതാവിന്റെ മറ്റുള്ളവരുടെ രൂപങ്ങളുടെ മുമ്പാകെ നമ്മുടെ ഹൃദയത്തിലൊട്ടിച്ച് പുസ്തകത്തിലൊട്ടിച്ച് നാം അന്യദേവന്മാരിലേക്ക് പോകുവാൻ പിശാച് നമ്മളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് ബൈബിളിലെ വാക്കുകൾ പറഞ്ഞ് ഞങ്ങൾ ചുരുക്കുന്നു, ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുന്നു. ആരും ഏത് വിധേയനും നിങ്ങളെ ചതിക്കരുത്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഉപദ്രവം ഉണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒറ്റ വാക്ക് ശ്രദ്ധിക്കണമേ. നിങ്ങൾ ഭക്തിയിലാണോ? അതെ, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത വാക്ക് കേട്ടണമേ. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മായാ രൂപികൾ അഥവാ അദൃശ്യലോകത്തെ ആത്മാക്കൾ, ദുഷ്ട മനുഷ്യർ നിങ്ങളോട് ദോഷത്തിൽ മുതിർന്നു വരുമെന്ന് ബൈബിൾ പറയുന്നു. അതെ, യേശു ക്രിസ്തു എന്ന ഒരു രക്ഷിതാവ് ദൈവം മനുഷ്യന് വെച്ചിട്ടുള്ളൂ. യേശുവിനെ പ്രസവിച്ച മറിയ വിശുദ്ധ സ്ത്രീയാണ്. ദൈവത്തിന്റെ ഭാഗ്യകരമായ ഭാഗ്യവതി എന്ന് പേര് കിട്ടിയവളാണ്. സ്വർഗത്തിൽ ദൈവം മാന്യമായ അവകാശം ഓഹരി കരുതി വെച്ചിരിക്കുന്ന സ്ത്രീയാണ്. അതെ, അതിന് ഒരു തർക്കവുമില്ല. ദൈവത്തിന്റെ ശിഷ്യന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങി പൗലോസ്ലിയ തുടങ്ങി തോമാസ്ലിയ വരെ ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ്, ദൈവത്തിന്റെ ഭക്തന്മാരാണ്. ദൈവമാർക്ക് വലിയ വലിയ സിംഹാസനങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ നിങ്ങൾ അവരുടെ മുമ്പാകെ കുമ്പിടുവാൻ ദൈവം പറഞ്ഞിട്ടില്ല. കർത്താവിന്റെ മാറോട് ചേർന്ന് സ്നേഹത്തിൽ പൊതിഞ്ഞിരുന്ന യോഹന്നാൻ സ്വർഗീയ ദർശനങ്ങൾ വെളിപ്പെടുത്തിയ അതിപരിശുദ്ധ സ്വർഗത്തിലെ ദൂതന്റെ മുമ്പാകെ കുമ്പിട്ടപ്പോൾ ദൂതൻ യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, അതരുത്, നീ ദൈവത്തെ നമസ്കരിക്ക, നീ ദൈവത്തെ നമസ്കരിക്ക. യോഹന്നാനും
ശിഷ്യന്മാരും ഇസ്രായേലിൽ പ്രസംഗിച്ച് പ്രവർത്തിച്ചപ്പോൾ അനേക അത്ഭുതങ്ങൾ നടന്നു. അപ്പോഴെല്ലാം അവരുടെ മുമ്പാകെ, പത്രോസിന്റെ മുമ്പാകെ കൊർന്നേലിയോസ് മുട്ടുമടക്കിയതുപോലെ ഒരുപാട് പേര് മുട്ടുമടക്കി യാഗം അർപ്പിക്കാൻ ഒരുങ്ങി. അവരൊക്കെയും പ്രസംഗിച്ചു, ഞങ്ങൾ നിങ്ങളോട് സ്വഭാവമുള്ള മനുഷ്യരാണ്. അത് പ്രിയപ്പെട്ടവരെ, യേശു ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ യേശുവിനെ പ്രസവിച്ചു വളർത്തിയ മറിയയും യേശുവിന്റെ ദാസന്മാരായ പത്രോസും യോഹന്നാനും പൗലോസ്ലീഹായും ഒക്കെ നമ്മളോട് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചതുപോലെ നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം. ആ വാക്കുകൾ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങുകയാണ്. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ, എന്തെങ്കിലും ഭാരം വന്ന്, എന്തെങ്കിലും കടബാധ്യത വന്ന് ഈ ജീവിതം നശിപ്പിക്കുവാൻ ചിന്തിക്കുന്നവനാണോ, ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്യുന്നവരോട് പ്രത്യേകം പറയുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പനയുണ്ട്. എന്താണെന്നറിയാമോ? ഇങ്ങനെ പറയുവാൻ, യേശു നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവന്, നീ ആത്മഹത്യ ചെയ്യരുത്. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പ്രശ്നം എന്തായിരുന്നാലും യേശു അതിൽ നിന്ന് നിന്നെ രക്ഷിക്കും. അതെത്ര ലക്ഷം, ഒരുപക്ഷെ കോടികളുള്ള കടബാധ്യതയായിരുന്നാലും ദൈവം നിന്നെ രക്ഷിക്കും. പ്രിയമുള്ളവരെ, നീ യേശുവിലേക്ക് വരണം. നീ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് യേശുവിനെ അന്വേഷിക്കണം. വിശുദ്ധ ബൈബിൾ തുറന്ന് നീ നിരന്തരം ഒന്ന് വായിച്ച് അന്വേഷിക്കണം. നിന്റെ കടബാധ്യതയോ മാറ്റിത്തരും. നീയോ നിന്റെ ഭാര്യയോ മക്കളോ ആശുപത്രിയിൽ ചെന്ന് ലക്ഷങ്ങൾ മുടക്കിയിട്ടും സൗഖ്യമില്ലാതെ ഭവനത്തിൽ കഴിയുകയാണോ, വീട്ടിൽ കഴിയുകയാണോ, രക്ഷയില്ലല്ലോ എന്ന് വിചാരിച്ച് പ്ലാസ്റ്റർ കിടക്കുകയാണോ? നീ യേശുവിനെ ആശ്രയിക്ക്. യേശു നിനക്ക് സമാധാനം തരും. ആ വാക്ക് വേണ്ടി ഓർപ്പിച്ച് ഞങ്ങൾ ദൈവസന്നിധിയിൽ നിർത്തുന്നു. അതെ, വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ കൽപ്പനയാണ് ഇങ്ങനെ എഴുതുവാൻ, എന്ത് ഇങ്ങനെ പ്രസംഗിക്കാൻ, എന്ത് പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കൃപ ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് ബോധ്യമാകുന്ന രീതിയിൽ വെളിപ്പെടുത്തിയ ദൈവപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും. യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാകും. യേശുവിന്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ വരും. നിന്റെ ഭവനത്തിൽ അതിന്റെ തെളിവ് കിട്ടും. പ്രിയമുള്ളവരെ, ആരും ആത്മഹത്യ ചെയ്യരുത്, മദ്യപാനം വിട്ടുതിരിയണമേ എന്നുള്ള മാനസാന്തര സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. മയക്കുമരുന്ന് വിട്ടുതിരിയണമേ എന്നുള്ള മാനസാന്തരം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. വിഗ്രഹാരാധന വിട്ടുതിരിയണമേ എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ആവിചാരത്തിലും മന്ത്രവാദത്തിലും ആശ്രയിച്ച് ശത്രു സംഹാരത്തിനോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടുവാനോ മന്ത്രവാദികളുടെയോ ക്ഷുദ്രക്കാരുടെയോ പുറകിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതെല്ലാം ചതിക്കപ്പെടുകയാണ്. പിന്നീട് അതിനെ സർപ്പം പോലെ കൊത്തും. നീ അതിന് അടിമയായി പോകും. അതുകൊണ്ട് പക, പിണക്കം, അഭിചാരം, മന്ത്രവാദം, ക്ഷുദ്രം തുടങ്ങി വിഗ്രഹാരാധന തുടങ്ങി ദുർനടപ്പ്, വ്യഭിചാരം, മദ്യപാനം എന്തായിരുന്നാലും ഇവയെല്ലാം പാപമാണെന്നും ഇവയെല്ലാം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റി നരകശിക്ഷയ്ക്ക് യോഗ്യരാക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. ഇപ്പോൾ ഈ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് ആ പാപം ഏറ്റുപറഞ്ഞാൽ ദൈവം നിന്നെ രക്ഷിക്കും. നിന്റെ പാപം പോക്കി നിന്നെ വിടുവിക്കും. അതെ, കർത്താവായ യേശു ക്രിസ്തു എന്ന നീതിമാനായ കാര്യസ്ഥൻ, ഏക മധ്യസ്ഥൻ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സദാപക്ഷപാതം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. നിന്റെ അധ്വാന ഫലം വൃഥാവാകില്ല. നിന്റെ ഭാര്യയും മക്കളും നിന്നോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന അനുഭവം ദൈവം നിനക്ക് തരും. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭാവികാല പ്രവർത്തനങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുള്ളതായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സ്വർഗത്തിലെത്തുവാൻ പ്രാപ്തരായ വ്യക്തികളാക്കി, ഭക്തന്മാരാക്കി, സദ്യവർത്തമാനം വിശ്വസിച്ചവരാക്കി, സ്നേഹദൂത് വിശ്വസിച്ചവരാക്കി, പരിശുദ്ധാത്മാവുള്ളവരാക്കി മാറ്റട്ടെ. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. യേശുവിനെ കർത്താവെന്ന് നീ വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തവർ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഒരിക്കൽ കൂടി പറയുന്നു, നിന്റെ പൈസ കൊടുത്ത് നേർച്ചയിടാനല്ല, മുത്തുക്കുട നൽകാനല്ല, മല കയറാനല്ല, നിന്റെ വായ കൊണ്ട്, നിന്റെ ഹൃദയം കൊണ്ട് യേശുവിനെ കർത്താവ് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ഇന്നും അവൻ ജീവിക്കുന്ന ദൈവപുത്രനാണെന്ന് നിന്റെ പാപം പോക്കി ശുദ്ധീകരിപ്പാൻ അവന്റെ രക്തം മതിയായതാണെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ദൈവകൃപ നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്പം ചില മിനിറ്റുകൾ ഈ കാണുന്ന ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടാലും മാറ്റം വരാത്ത ദൈവത്തിന്റെ തിരുവചനങ്ങൾ നാം കേട്ടു കഴിഞ്ഞു. മനുഷ്യന്റെ ജീവിതം എങ്ങോട്ടെന്നും പാപികളായി ജീവിക്കുന്ന മനുഷ്യന് ദൈവം ഒരുക്കുന്ന വാസസ്ഥലവും, എന്തിന് ഒരു കുടുംബജീവിതം എങ്ങനെ കെട്ടിപ്പണിയണമെന്ന്
കണ്ട് പഠിക്കുവാൻ കഴിയുന്നു. ആകയാൽ ലക്ഷ്യബോധമില്ലാതെ മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് കുടുംബജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേട്ടവരുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഞങ്ങളൊക്കെ ഒരു കാലത്ത് വിടുവിച്ച ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ശക്തനും നീതിമാനുമായ ദൈവമാണ്. ആകയാൽ ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കടഭാരം നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം. ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കടഭാരം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ വസ്തുവകളൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അതൊക്കെ ജപ്തിയോടായി വന്ന് നിങ്ങൾ നിരാശയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് കരുതി ജീവിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. ദൈവം നിങ്ങളെ രക്ഷിക്കും. പ്രിയമുള്ളവരെ, യേശുവിന് ഇന്നും പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഇന്നും ദൈവം ലോകത്തിൽ അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. എന്തിന്? ഈ ജയിലുകളിലൊക്കെ പോയി നോക്കിയാൽ നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് കാണാം. മദ്യലഹരിയില് കൊലപാതകം ചെയ്ത് അകത്ത് പോയിട്ട് കിടന്ന് നിലവിളിക്കുക, ദൈവമേ എന്ന് വിളിച്ച് അവിടെ നിന്ന് മാനസാന്തരപ്പെടുന്ന അനേകം പേരുണ്ട്. ആകയാല് യേശു സകല മാനവജാതിയുടെയും രക്ഷകനാണ്. യേശുവിന്റെ ജനനത്തിങ്കൾ അങ്ങനെയാണ് ദൂതന്മാർ ഘോഷിച്ചത്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അതെ, യഹൂദനെന്നോ യവനെന്നോ ഇല്ല, ദാസനെന്നോ സ്വതന്ത്രനോ ഇല്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല, സകല മാനവജാതിയുടെയും രക്ഷകനാണ് യേശു. ഈ യേശുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിച്ച് നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവൻ കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിപ്പാൻ ദൈവം മതിയായവനാകുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ദേശവാസികളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.